കർമ്മ പുരസ്കാരം ഇന്ന് നൽകാൻ പോകുന്നത് മറ്റാർക്കുമല്ല, സാറിന് വളരെയധികം വേണ്ടപ്പെട്ട, അദ്ദേഹത്തിന്റെ കൂടെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും ഓടി നടക്കുന്ന, അദ്ദേഹത്തിന്റെ കർമ്മകാര്യത്തിൽ ഒട്ടും ബാക്കൗട്ട് ചെയ്യാത്ത ഒരാൾ തന്നെയാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി അദ്ദേഹത്തിന് ആദരിക്കുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ മനോഹരനും ബീനശേഷിയും ഡോക്ടറെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീ ലേജോ കന്നം. പ്ലീസ് സർ, ഇവിടെ താഴെയാണോ മുകളിലാണോ, ഇപ്പോഴും കർമ്മത്തിൽ തന്നെയാണോ എന്ന് അറിയില്ല, എവിടെ പോയി? യെസ്, പ്ലീസ് വെൽക്കം സാർ. നിറഞ്ഞ കയ്യടികൾ കൊടുത്തുകൊണ്ട് തന്നെ, നിറഞ്ഞ കയ്യടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കയ്യടിക്കാന്നാണ്, നല്ല കയ്യടികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മശ്രേഷ്ഠ അവാർഡ്. വേദിയിൽ അടുത്തതായി ഒരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കുമാരി ഉമാദേവിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനാലാപനം. അതിനുശേഷം മറ്റ് പുരസ്കാര ചടങ്ങുകൾ ഇനിയും വേദിയിൽ നടക്കാനുണ്ട്. ഒരിക്കൽ കൂടെ നമുക്ക് കുമാരി ഉമാദേവിയെ സ്നേഹത്തോടെ ആ സർപ്രൈസ് നിങ്ങളിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടറുടെ മാജിക്കും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പാട്ട് പാടാനായിട്ട് ചിരിച്ച മുഖമായിട്ട് വരികയാണ് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാനായിട്ട്. അപ്പം നിങ്ങളും അതുപോലെ ചിരിച്ച സ്നേഹത്തോടു കൂടിയ കയ്യടികളൊന്ന് കൊടുത്തേ നമ്മുടെ മിടുക്കി കുട്ടിക്ക്. നമ്മൾ പാട്ട് കേൾക്കാൻ റെഡിയാണെന്ന് അറിയിക്കണ്ടേ? മറ്റൊരുപാട് പാരൻസിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും കഷ്ടപ്പെടുക അവളിങ്ങനെ ഉയർത്തി കൊണ്ടുവരണമെന്ന് നിറഞ്ഞ മനസ്സോടു കൂടെ നിൽക്കുന്ന അവളുടെ അമ്മയെ നമുക്ക് മാതൃശ്രീ പുരസ്കാരം നൽകിക്കൊണ്ട് ആദരിക്കണം എന്ന ഡോക്ടറുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു വേദിയിൽ വെച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും മോളുടെ ആ ഒരു കരോക്കെ തപ്പുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. അത് അവളുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ഊണും ഉറക്കം ഒന്നും ഇല്ലാണ്ട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അമ്മ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് പ്രത്യേകം എഫേർട്ട് ഇട്ട് പ്രായവും കാര്യങ്ങളും മാമിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നോക്കാതെ തന്നെ കൂടെ നിന്നുകൊണ്ട് അവളിങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവരികയാണ്. ഇതിനേക്കാളും വലിയ സ്റ്റോറി ഡോക്ടറുടെ കയ്യിലുണ്ട്. ഡോക്ടർക്കാണ് കേട്ടോ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നത്. സമയപരിധി കൊണ്ടാണ് മൈക്ക് കൊടുക്കാത്തത്. അപ്പം മോളുടെ പാട്ടിന് മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് അവിടെ കരോക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പിലും ഒരു ചെറിയ കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, ഇപ്പം പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ടോവിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ഹരമാണ്. അപ്പോൾ ടോവിനോയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ ആൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ടോവിനോയുടെ മാത്രമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും പല സ്ഥലങ്ങളിലും അദ്ദേഹം പല രീതിയിൽ പല കാര്യങ്ങളിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. മിലിറ്ററി വരെ ഉള്ള കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും ഞാൻ നിൽക്കില്ല. നമ്മുടെ ടോവിനോയുടെ കാര്യത്തിൽ ആദ്യത്തെ നമ്മുടെ ടോവിനോയുടെ സ്വന്തം പേഴ്സണൽ ജിം ട്രെയിനറാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കൈഡുകളോട് കൂടി തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേൾക്കണ്ടേ, ടോവിനോയുടെ വിശേഷം അറിയണ്ടേ? യെസ്, അപ്പോൾ നമ്മുടെ ജിം ട്രെയിനറായിട്ടുള്ള നമ്മുടെ അലി അസ്കർ പ്ലീസ് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും നാട്ടുകാർക്കും എൻ്റെ നമസ്കാരവും വിശ്വാസംസകളും. ഞാൻ ഡോക്ടറെ പരിചയപ്പെടുന്നത് ദിലീപേട്ടൻ, കുറച്ച് നാൾ ദിലീപേട്ടന് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ മനോജേട്ടൻ്റെ കേസ് എൻ്റെ അടുത്ത് ദിലീപേട്ടനെ പറഞ്ഞത്. അങ്ങനെ ഒരു 3 വർഷം മുമ്പ് വളരെ അവിചാരിതമായിട്ടാണ് ഈ സംഗീത ഡോക്ടറെ കാണുന്നത്. ആ സമയത്ത് ഞാൻ സിദ്ദീഖാക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്താണ് ഷോൾഡറിനൊരു ഇഞ്ചുറി വന്നു. ഷോൾഡറിന് ഇഞ്ചുറി വന്നിട്ട് അത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, കുറേ ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അത് ഗ്ലിനോ ഹ്യൂമറൽ ആർത്രൈറ്റീസാന്ന് പറഞ്ഞു. അത് അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടി കുറേ ചെയ്തു. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്, ആളുടെ അടുത്തൊന്ന് പോയി കാണിച്ചു നോക്കാൻ പറഞ്ഞു. തീർത്തും പ്രതീക്ഷയൊന്നുമില്ലാതെ ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ വന്നിരുന്നു. ഒരൊറ്റ ദിവസം പുള്ളി വെറുതെ ഞരമ്പുകളിലൊക്കെ പിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം തുടങ്ങിയിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാം ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുത്തു. സ്പോർട്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് വന്ന്, ഈവൻ ടോവിയുടെ ചേട്ടന് ഇപ്പോൾ പറഞ്ഞ മാതിരി നടുവിന് വേന വന്നിട്ട് ഡോക്ടറാണ് മാറ്റി കൊടുത്തത്. അപ്പോൾ ഈ ഡോക്ടറുടെ ഈ സ്ഥാപനം 10 വർഷമല്ല, ഇനിയും ഒരുപാട് വർഷങ്ങളോളം പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥാപനമായി, ഒരുപാട് ആൾക്കാർക്ക് സന്തോഷം പകരുന്ന ഒരു സ്ഥാപനമായിട്ടും ദൈവം
നല്ല രീതിയിൽ ഇനിയും ഒരുപാട് വളർത്തിക്കൊണ്ടുപോട്ടെ. ഡോക്ടർക്കും സ്ഥാപനത്തിനും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു. வாழ்வென்றால் போராடும் போர்க்களமே, ஒவ்வொரு பூக்களுமே சொல்கிறதே, வாழ்வென்றால் போராடும் போர்க்களமே, ஒவ்வொரு விடியலுமே சொல்கிறதே, இரவானால் பகலொன்று வந்திடுமே, நம்பிக்கை என்பது வேதம் நம் வாழ்வில், லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில். மனமே ஓ மனமே நீ மாறிவிடு, மலையோ அது பனியோ நீ மூடிவிடு, ஒவ்வொரு மனமே ஓ மனமே நீ மாறிவிடு, மலையோ அது பனியோ நீ மூடிவிடு, ஒரு பூக்களுமே சொல்கிறது, வாழ்வென்றால் போராடும் போர்க்களமே. மனமே ஓ மனமே நீ மாறிவிடு, மலையோ அது பனியோ நீ மூடிவிடு, ஒவ்வொரு பூக்களுமே சொல்கிறது, வாழ்வென்றால் போராடும் போர்க்களமே, ஒவ்வொரு விடியலுமே சொல்கிறது, இரவானால் பகலொன்று வந்திடுமே, நம்பிக்கை
മഴയോ അത് പനിയോ നീ മൂടിവിടൂ. അതെ, കമൻസുകളുടെ ഒരു പൂരമാണ് ഇവിടെ സ്റ്റേജിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും അറിയാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സ്വന്തം മിടുക്കിക്കുട്ടി അങ്ങനെ അടിപൊളിയായിട്ട് പാട്ട് പാടിയിരിക്കുകയാണല്ലോ. അപ്പൊ ആ കയ്യടികൾ എന്താ ഇത്ര അവിടെ പോരാത്തത് എന്താ അങ്ങടെ? അപ്പൊ അവളുടെ എല്ലാ പരിമിതികളും മാറ്റി വെച്ചു. അതൊരു പ്രശ്നമേ അല്ല എന്നാണ് ആള് പറയുന്നത്. അപ്പൊ എന്തായാലും മൈക്ക് വരെ പിടിച്ചുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ആള് പാടി തകർത്തു. അപ്പൊ എന്തായാലും നമ്മുടെ സ്വന്തം ഉമാദേവിക്കും അതുപോലെ തന്നെ ഉമാദേവിയുടെ കൂടെ എപ്പോഴും കൂടെ, ആ വാക്കുകൾക്ക് മറ്റൊരു അർത്ഥമില്ല. അപ്പൊ എന്തായാലും അമ്മ കൂടെ തന്നെയുണ്ട്. അപ്പൊ അമ്മയ്ക്കും മോൾക്കും നമ്മുടെ ഈ ഒരു സാൻവിയുടെ ഒരു പുരസ്കാരം നൽകുകയാണ്, ആദരവ് നൽകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെയും അതുപോലെ തന്നെ മനുവായിട്ട് ബിൻചേച്ചി എല്ലാവരും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മോൾക്ക് മിടുക്കി കുട്ടിക്ക് ഒരു മെമൻറ്റോ നൽകുകയാണ്. ജോഷി കലാഭവൻ അദ്ദേഹമാണ് ആ ഒരു മെമൻറ്റോ നൽകിക്കൊണ്ട്. ഇവരെ മൂന്നരക്ക് താളായിട്ട് ഇങ്ങനെ ബാക്കിലിരിക്കുക, പാട്ട് കേട്ട് മതി മറന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെ ജോഷിയേട്ടൻ അവർ കൊടുക്കുക. ഇനി നമുക്കൊരു മാതൃശ്രീ പുരസ്കാരമാണ്. ബിസിനി സുബ്രഹ്മണ്യം എന്നാണ് മാമിൻ്റെ പേര്. അപ്പോൾ മാമിന് ആ ഒരു പൊന്നാട് അണിയിച്ചുകൊണ്ട് ബീന ചേച്ചി വളരെ സ്നേഹത്തോടു കൂടി മോളെ ഇത്രയും മിടുക്കിയായിട്ട് തന്നെ വളർത്തുന്ന അമ്മയ്ക്ക് ഉള്ളൊരു ആദരവാണ്. മാം പറയുന്ന വെച്ചാൽ എവിടെയോ ആയിരുന്നു ഞങ്ങളെ ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു എന്നാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണെന്നുള്ളതാണ് മാം ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുകയാണ്, അത് സ്നേഹം കൊണ്ടും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കണ്ട ആ ഒരു എക്സ്പീരിയൻസ് വിഷമില്ലാണ്ടെന്ന് പറഞ്ഞേ സ്മാർട്ടായിട്ട് മോളെ പോലെ തന്നെ. എൻ്റെ വീട് ഇവിടെ ഈ നാട്ടിൽ തന്നെയാണ്. പക്ഷെ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്, ഡിണ്ടിഗല്ലാണ്. അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവളുടെ അച്ഛൻ 3 വർഷം മുമ്പ് മരിച്ചു. അതിന് ശേഷം ഞാൻ വെറുതെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് സിദ്ദിഖ് സാറിൻ്റെ ഒരു യൂട്യൂബിൽ പ്രോഗ്രാം, അത് മോളുടെ ബർത്ത്ഡേ പ്രോഗ്രാം കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് എറണാകുളത്തുണ്ട്. അവർ എന്നോട് വിളിച്ചു പറഞ്ഞു മോളൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം, അതിൽ കുട്ടികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, കുട്ടീനെ ഒന്ന് കൊണ്ടുപോകാം ഡോക്ടറെ അടുത്ത്. ഇല്ല, വിരലിങ്ങനെ കുത്തുള്ളായിരുന്നു. ഇപ്പോൾ പാതൊക്കെ പതിഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങനെ സ്റ്റെപ്പൊന്നും കയറ്റി കൊണ്ടുവരാനായിട്ട് പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് വന്ന് ഡോക്ടറെ അടുത്ത്. അപ്പം എൻ്റെ ചേട്ടൻ്റെ മകളുടെ വീട് ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്നാലും ഇതിനെ പറ്റിയിട്ടൊന്നും ആരും, അവളൊരു പ്രാവശ്യം അങ്ങനെ വിളിച്ചു പറഞ്ഞു, പക്ഷെ അതത്ര ഇതാക്കിയൊന്നുമില്ല നമ്മൾ. പിന്നെ ഇങ്ങനെ വന്ന് ഡോക്ടറെ അടുത്ത് വന്ന് ഡോക്ടർ ആദ്യമേ തന്നെ ഇവിടെ കണ്ട വഴിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നെർവ് കുടുങ്ങി കാലിൽ കിടക്കുന്നു, അത് കാരണമാണ്, അല്ലാണ്ട് വേറെ ഇതുകൊണ്ടൊന്നല്ല. അന്നൊക്കെ ഇരുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കാലുമുളക്കം നീര് വരുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ കാല് അവള് നല്ല ഇതായിട്ട്. അതേമാതിരി ഇപ്പോൾ അവൾ നടക്കണം, വീട്ടിൽ ഇപ്പോൾ ഓരോ കാര്യം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം പാത്രമൊക്കെ വാഷ് ബേസിനിൽ അവൾ തന്നെ കൊണ്ടുപോയി മുട്ടുത്തീന്തിയായാലും അത് തട്ടി കൊണ്ടുപോയി അതിൽ കൊണ്ടുവന്ന് ഇടും. അങ്ങനെ ജനലിൽ പിടിച്ച് നടക്കും, വാക്കറിൽ അത്യാവശ്യം നടക്കും. അപ്പം ബാലൻസൊക്കെ ആയി തുടങ്ങി. ഇപ്പോൾ അവൾ എനിക്ക് പണ്ടത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ലേശം പിടിച്ചു കഴിഞ്ഞാൽ അവൾ എല്ലാതും അങ്ങനെ ചെയ്യും. പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും അത് വിശ്വാസമില്ല. ഞാൻ പറയുമ്പോൾ അതെൻ്റെ തോന്നലാണെന്ന് പറയുള്ളൂ. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. എനിക്കെൻ്റെ മോള് ഡോക്ടർ ഞങ്ങൾക്കൊരു ദൈവമാണ്. എനിക്ക് പുരസ്കാരമൊന്നുമില്ല, എൻ്റെ മോള് ഡോക്ടർ നടത്തി തരാം, അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. നടത്തല്ല അല്ലേ, ഓടിക്കുന്നുള്ള ഡോക്ടർ ഇവിടുന്ന് അങ്ങോട്ട് ഓടി എത്തണം ഡിണ്ടിഗൽ വരെ. ഇനി പോകണ്ടോ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ, ഡോക്ടറുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവട്ടെ. അപ്പോൾ യെസ്, അപ്പോൾ എന്തായാലും ഡോക്ടർ ഉള്ളിടത്തോളം നമുക്ക് ആ ഒരു ഓട്ടത്തിനായിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കണം, നടക്കണതിനല്ല കേട്ടോ. അപ്പോൾ അതെ, മനസ്സിന് അത്രയധികം സന്തോഷം നൽകുന്നു എന്നാണ് മാം പറയുന്നത്. എന്തായാലും
എല്ലാവിധ ആശംസകളും. ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരി തന്നെ ആവട്ടെ ഇനി അങ്ങോട്ട് അല്ലേ. നമുക്ക് അതാണ് അടുത്ത ഗോള്. ഡോക്ടർ കൂടെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പൊ എല്ലാവരിലേക്കും ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്, അറിയുന്നവരൊക്കെ മാക്സിമം ഇതുപോലെ മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുക. കാരണം ഇതുപോലുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ഒരു സങ്കടത്തിനാണ് ഒരു അറുതി വരുന്നത്. അപ്പൊ നമ്മൾ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ അറിയുക, അത് പറയുക, അതൊക്കെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് രക്ഷപ്പെടട്ടെ അല്ലെ, നമ്മളെ കൊണ്ട് അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പുരസ്കാരം കൂടി നമുക്ക് ഈ ഒരു വേദിയിൽ നടന്നു കഴിഞ്ഞു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഡോക്ടർ